പെരുമ്പാവൂരിൽ നല്ല നമ്പർ ഉണ്ടല്ലോ, ഉണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുവാ? പ്രശ്നം ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ തന്നെ താമസിക്കുന്നവരാണ് കൂടുതൽ. ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ ഈ മരവ്യവസായവുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷം ഏതാണ്ട് മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 40 ലക്ഷം എന്നുള്ള കണക്കൊന്നും അത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തില്. ഏതായാലും ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നു. 2002 സുപ്രീം കോടതി നോർത്തിലുള്ള ആസാമിലൊക്കെ ഉള്ള പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ആ സമയത്ത് ഏതാണ്ട് യാദൃശ്യം എന്നോണം ഇവിടെ ആ സമയത്താണ് പുതുതായി പ്ലൈവുഡ് ഫാക്ടറി ബൂമായി വന്നത്. അപ്പോൾ തൊഴിൽ തേടി പ്ലൈവുഡ് കമ്പനിയിലേക്ക് തൊഴിൽ തേടിയാണ് ആദ്യമായിട്ട് ആസാമിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവർ മറ്റു തൊഴിലുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നല്ല. അതായത് ഇതിനിപ്പോ പോലീസ് ആണെങ്കിലും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, ഇവരിപ്പോ റോട്ടിലൂടെ നടക്കുമ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് നിയമപരമായിട്ട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കാൻ വകുപ്പില്ല. അത് പാർലമെന്റ് നിയമം പാസ്സാക്കണം. കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ അതുണ്ട്. പക്ഷെ ഈ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രേഖകളൊന്നും ശരിക്ക് നമുക്ക് വിശ്വസനീയമല്ല. അവരുണ്ടാക്കി കൊണ്ടുവരുന്ന രേഖകളാണ്. അത് കൃത്യമാണോ നമുക്ക് പരിശോധിക്കാൻ മാർഗമില്ല. പക്ഷെ തിരിച്ചറിയൽ കാർഡ് മാൻഡേറ്ററി ആക്കിയാൽ തീർച്ചയായിട്ടും പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ റോഡിൽ വെച്ച് കാണുമ്പോൾ ഇവരെ തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കാനും ഇവർ നിയമവിധേയമായിട്ട് ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കുഴപ്പത്തിൽ പെട്ടാൽ ഇവരെ പിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ഈ തിരിച്ചറിയൽ കാർഡ്. ബംഗ്ലാദേശ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ഈ കള്ള പാസ്പോർട്ടിലൊക്കെ വിസയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ തെളിവൊന്നും പറയാനില്ല, അറിയില്ല.